പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒന്നാമത്തെ ഒരു ധ്യാനം, വിശുദ്ധ ഓസ്റ്റീനായിക്കാണ് ഈ കരുണയെ കുറിച്ച് ദൈവം ഏറ്റവും കൂടുതൽ വെളിപാടുകൾ കൊടുത്തത്. നിങ്ങൾക്കറിയാം. ഒന്നാമതായി നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ഫൗസ്റ്റീനയുടെ പുസ്തകത്തില് 1576 കന്യകയായി കൊടുത്തിരിക്കുന്ന വചനമാണ്. അതിങ്ങനെയാണ്: സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഒരു അഗാധമായ ഗർത്തമുണ്ട്. ഈ ഗർത്തം എന്റെ കരുണയാൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ എന്നോളം ഉയർത്തുന്നത് എനിക്ക് നിന്നെ ആവശ്യമുണ്ടായിട്ടല്ല, എന്നോട് ഐക്യപ്പെടാനുള്ള കൃപ ലഭിക്കുന്നത് എന്റെ കരുണ കൊണ്ടാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഊഹിക്കാം. അതാണ് അനന്തതയും ഇൻഫിനിറ്റും ഫൈനൈറ്റും തമ്മിൽ ഇംഗ്ലീഷിൽ പറഞ്ഞത്. മലയാളത്തിൽ കൃത്യമായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അനന്തമായതും അന്തമുള്ളതും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് അഗാധമാണ്. ഒരു വലിയ അകലമുണ്ട്. ആ അകലം ദൈവം നികത്തിയിരിക്കുന്നു. ദൈവം എന്താ ഈശോയോട് നമ്മൾ വെളിപ്പെടുത്തിയത്? യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ ഈശോ എന്താ പറയുന്നത്? ഈശോ നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു വലിയ രഹസ്യം എന്താണ്? പിതാവേ, അങ്ങനെ സ്നേഹിച്ചതുപോലെ ഇവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. അല്ലാതെ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ. പുത്രനാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. ഒരു വ്യക്തി പിതാവാകുന്ന പുത്രനുള്ളതുകൊണ്ട്, അപ്പൊ പിതാവായ ദൈവം പിതാവായിരിക്കുന്ന പുത്രനുള്ളതുകൊണ്ട് ആ പുത്രനെ എന്തുമാത്രം പിതാവ് സ്നേഹിക്കുന്നോ അതുപോലെ എന്നെ സ്നേഹിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. നമ്മളവരുടെ അഗാധത, ഈ ഗർത്തം, ഈ വ്യത്യാസം ദൈവം നികത്തുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അതെനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ തിരുസന്നിധിയിൽ വന്നിരിക്കാൻ എനിക്ക് സാധിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. നമ്മളോർക്കും എത്ര പേർക്ക് വരായിരുന്നു, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാവുന്നത്, ഞങ്ങളുടെ വഴി പോലെ എത്ര മോശം, നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് എത്തിയതാണ്. അതല്ല സത്യം. ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് വരാൻ സാധിക്കും. നമുക്ക് വെളിപ്പെടുത്തി, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഉൾക്കൊള്ളണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് ഈശോ പറയുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങളെ വചനം സ്വീകരിക്കാൻ അവൻ തുറന്നു. ആ തുറവി നമുക്ക് ലഭിക്കുമ്പോഴാണ് ഈ കരുണയെ കുറിച്ച് നമുക്ക് ആഴം കിട്ടുന്നത്. കാരണം ദൈവം അനന്തതയാണ്. ഓർക്കുന്നുണ്ട്, പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തില് ദൈവത്തെ ഒന്ന് കാണണമെന്ന് ഇസ്രായേൽ ജനത്തിന് ആഗ്രഹമുണ്ടായി. ദൈവം പറഞ്ഞു, എന്നെ കണ്ടെന്ന് മരിച്ചു. എങ്കിലും ആ ജനത്തിന്റെ ആഗ്രഹം ഉണ്ടായപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ കരുണ കാണിക്കണേ. ദൈവം പറഞ്ഞു, ഞാൻ പ്രത്യക്ഷപ്പെടാം. എന്നിട്ട് പറഞ്ഞു, ആരും നേരെ ഒന്നും നോക്കണ്ട. ഇസ്രായേൽ ജനം ദൈവത്തെ കണ്ട് നോക്കിയിരുന്നു. ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കിക്കൊണ്ട് കടന്നു വന്നു. എന്താ ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്? 6 തട്ടഹാസങ്ങളും വലിയ മുഴക്കങ്ങളും ഉണ്ടായപ്പോൾ ജനം ജീവൻ വിട്ടോടി. മോശയോട് കണ്ടാൽ ഞങ്ങൾക്ക് കാണണ്ടാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു ലാഞ്ചന പോലും ഉൾക്കൊള്ളാനുള്ള ശേഷി മനുഷ്യന്റെ സിദ്ധിവിശേഷങ്ങൾക്കില്ല എന്ന് അന്ന് ദൈവം മനസ്സിലാക്കി. 1917 ഒക്ടോബർ മാസം 13-ാം തീയതി ഫാത്തിമയിലെ ഒരു അത്ഭുതം നടന്നു. സൂര്യനൃത്തം. ഫാത്തിമയിലെ ജനങ്ങൾക്കെല്ലാം ലൂസിക്കും ഫ്രാൻസിസിനും ജസീന്തയ്ക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിൽ വിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരൊരു അടയാളത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു. ലൂസി അത് ശാഠ്യം പിടിച്ച അമ്മയോട്, അമ്മയൊരു അടയാളം കാണിക്കാൻ. അമ്മ പറഞ്ഞു, ഒക്ടോബർ 13-ന് അടയാളം കാണിക്കാൻ. 70,000 പേരാണ് കോവാദേറിയ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഒത്തുകൂടിയത് ഈ അടയാളം കാണാൻ. 70,000 പേര്. 70,000 പേരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ജനക്കൂട്ടാണ്. നമ്മൾ ഈ ലക്ഷങ്ങൾ എന്നൊക്കെ പറയുന്ന മീറ്റിങ്ങിന് പോലും 19,000 പേരൊക്കെ ഉണ്ട്. 70,000 പേര് ആ പ്രദേശം മുഴുവൻ നടന്നു. മാതാവ് വന്നു. ലൂസിയോടും ഫ്രാൻസിസോടും ജസീന്തയോടും സന്ദേശങ്ങളൊക്കെ പറഞ്ഞ് മടങ്ങുകയാണ്. അമ്മ പറഞ്ഞു, ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ആ പിള്ളേര് പൊട്ടി കരഞ്ഞു. അപ്പൊ അമ്മ തിരിഞ്ഞെന്ന് പറഞ്ഞു, ഫ്രാൻസിസും ജസീന്തയും കരയണ്ട, നിങ്ങൾ ഉടനെ എന്നെ കാണാൻ സ്വർഗത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ലൂസി ചോദിച്ചു, ഞാനോ? ലൂസിയോട് പറഞ്ഞു, നീ കുറെ കാലം കൂടി ജീവിച്ചിട്ടേ സ്വർഗത്തിലേക്ക് വരികയുള്ളൂ. ഞാൻ നിങ്ങളോട് സമാനമായി ഒന്ന് പറയാം. നിങ്ങളൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യകാരുണ്യ സ്നേഹം അനുഭവിക്കാൻ വന്നവരാ. ഞാനിപ്പോ 63 വയസ്സായ ഒരു അപ്പൂപ്പനാണ്. എന്നോട് തമ്പുരാൻ പറയാ, ഈ ശുശ്രൂഷ കഴിയുമ്പോ നീ തമ്പുരാന്റെ അടുത്തോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? എന്റെ ദൈവമേ, ഒരു കുറച്ചു കാലം അവിടെ അല്ലേ. ഇതാണ് നമുക്ക് ഈ ലോകത്തോടുള്ള സ്നേഹം. ഫ്രാൻസിസിനും ജസീന്തയ്ക്കും അതല്ല. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടാ. ദൈവത്തിന്റെ സ്നേഹം ആ അമ്മയോടൊത്ത് ആയിരിക്കുന്നതിന് സന്തോഷം അനുഭവിച്ചത് കൊണ്ടാണ്. നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തില് താബോർ അനുഭവവും ഗത്സമൻ അനുഭവമാണ്. രണ്ടിലും കഥാപാത്രങ്ങൾ ഒന്നാണ്.
ഫ്രാൻസിസ് അല്ല, യാക്കോബ്, യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഗത്സമനയില് ഈശോ മരണവേദന എടുത്ത് വേദനിച്ചപ്പോ 1 മണിക്കൂർ ഉറങ്ങാതിരിക്കാമോ എന്ന് ചോദിച്ചിട്ട് ബാബ ഉറങ്ങിപ്പോയി. നേരെ മറിച്ച് താബോറിലോ ലൂക്കാസ് സുവിശേഷം വായിക്കണം, അദ്ദേഹം പറയാണ് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവരായിട്ട് അവർ ഉറങ്ങിയില്ല. ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുമ്പോ ആ മഹത്വത്തിലേക്ക് നമുക്ക് ഉറക്കം വരില്ല. അത്ര മനോഹരമാണത് എന്ന് അനുഭവിച്ചവർ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരുപക്ഷെ നമ്മൾ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോ ബെയാറ്റിഫിക് വിഷൻ, ആ ദൈവത്തിന്റെ ദർശനം കിട്ടാത്തപ്പോ നമുക്കുണ്ടാകുന്ന നിരാശ, വേദന, അത് മനസ്സിന് ഉൾക്കൊള്ളാൻ സാവാത്ത നരകം അല്ലെങ്കിൽ ഏറ്റവും വലിയ തീ എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന അർത്ഥങ്ങളാണ്. സ്നേഹിച്ചിട്ടുള്ളവർക്കറിയാം സ്നേഹം മിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. ആ വേദന അത് വിവരിക്കാനാവാത്ത വേദനയാണ്. സ്നേഹിച്ചവർ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് മക്കൾ മരിച്ച അമ്മമാരുടെ ദുഃഖങ്ങളാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായ ഒരു വേദന കണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ BDS പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അവിടെ ആക്സിഡന്റിൽ മരിച്ചു. എന്റെ മോന്റെ കൂട്ടുകാരൻ. ആ കുഞ്ഞിന്റെ ബോഡി ഒരു പുലർച്ചെ 3 മണിക്കാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഹിന്ദു ഒരു കുട്ടിയാണ്, ശബരി എന്നാണ് അവന്റെ പേര്. ആംബുലൻസിൽ നിന്ന് ഈ ബോഡി പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ അമ്മ ശബരി എന്ന് വിളിച്ച് ചങ്കട്ടൊന്ന് അലച്ച് ബോധം കെട്ട് വീഴാണ്. പ്രിയപ്പെട്ട ശബരി എന്നുള്ള വിളിയില് ചങ്ക് പൊട്ടുന്ന വേദന, സ്നേഹം നഷ്ടപ്പെടുന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് സ്നേഹിക്കുമ്പോഴാണ് മനസ്സിലാവും. അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത്, ഈ ലോകത്ത് വെച്ച് എന്നെ സ്നേഹിക്കാൻ പഠിക്കുമ്പോ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുന്ന വേദന മനസ്സിലാകും. അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കാൻ, നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരാൻ സാധിക്കാം. പ്രമാണങ്ങൾ പാലിക്കുന്നു, അതൊക്കെ വിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ അടയാളമാണ് എനിക്ക് ക്രൈസ്തവ ജീവിതമായിട്ട് മാറണം. സ്നേഹിക്കുന്നു, സ്നേഹം കൊണ്ട് നിറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഫൗസ്റ്റീനായോട് പറയുന്ന 2ാമത്തെ സന്ദേശം നിങ്ങളെ പങ്കുവെക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഹൃദയവാതിൽ തുറന്നു തരുന്ന എല്ലാവരിലും ഞാൻ കരുണയോടെ പ്രവർത്തിക്കും. ഹൃദയവാതിൽ തുറന്നു തരുന്ന, അതായത് ഈശോയെ എനിക്ക് അവിടുത്തെ കരുണ അനുഭവിക്കണം, ഈശോയെ എനിക്ക് അവിടുത്തെ സ്നേഹം അനുഭവിക്കണം എന്ന് ആത്മാർത്ഥമായി പറയുന്ന ആരുടെ പക്കലേക്കും ഈശോയുടെ സ്നേഹം ഒഴുകുകയാണ്. അവൻ പാപിയാണോ അവനിലേക്ക് വരും, അവൻ വിശുദ്ധനാണോ അവനിലേക്ക് വരും. എന്നിട്ട് ഈശോ വിശദീകരിക്കുകയാണ്, മാനസാന്തരവും നിലനിൽപ്പും കരുണയുടെ കൃപയാണ്. അതുകൊണ്ട് പാപിക്കും നീതിമാനും കരുണ വേണം, പാപിക്ക് മാനസാന്തരത്തിന് ദൈവത്തിന്റെ കരുണ വേണം, നീതിമാന് നിലനിൽപ്പിന് ദൈവത്തിന്റെ കരുണ വേണം. പലപ്പോഴും നമ്മൾ ധ്യാനത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണ കൊണ്ടുവരുന്ന ഒരു ചിന്തയാണ്, ഒരു വികട ചിന്ത. എനിക്കതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കള്ളു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ധ്യാനത്തിന് പോകുന്നത്, എന്തിനാണ് ഞാൻ വചനം കേൾക്കുന്നത്? ഇതാണ് അവനുണ്ടാക്കുന്ന പേടി. നിലനിൽപ്പിന് നമുക്ക് ദൈവത്തിന്റെ കരുണ വേണം. ഈ ബോധ്യം നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും വീണ് പോയത്? നമ്മോടൊപ്പം യാത്ര ചെയ്ത പലർക്കും എന്തുകൊണ്ടാണ് ഇന്നിവിടെ വരാൻ സാധിക്കാതെ പോയ ബന്ധനങ്ങളായിരിക്കുന്നത്? അവർക്ക് ന്യായീകരണങ്ങളുണ്ടാവും. ആ ന്യായീകരണം എന്താണ്? നിലനിൽപ്പിന്റെ വരം ദൈവത്തിന്റെ കരുണയിൽ നിന്ന് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിലനിൽപ്പിനും മാനസാന്തരത്തിനും ദൈവത്തിന്റെ കരുണ വേണം എന്ന അബോധ്യത്തോടെ നമ്മൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി എന്താ, ദൈവമേ എന്നോട് കരുണ കാണിക്കണം. നമ്മൾ കരുണ കാണിക്കാൻ വേണ്ടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഉയർന്നത് എന്താ? ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച്. വിശുദ്ധ ജർത്രൂദിന് പ്രത്യക്ഷപ്പെട്ടപ്പോ പിതാവായ ദൈവം ജർത്രൂദിനോട് വെളിപ്പെടുത്തിയ ഒരു രഹസ്യം സ്വകാര്യ വെളിപാടാണ്. നിങ്ങൾക്ക് വിശ്വസിക്കണമെന്ന് ബൈബിൾ വിശ്വസിക്കുന്ന പോലെ നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമുള്ള ഒരു വിശ്വാസമൊന്നുമല്ല, പക്ഷേ ആത്മീയ വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം. പിതാവായ ദൈവം പറഞ്ഞു, മോളെ നീ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൽ കിടന്ന എന്റെ മകന് നിന്നോടുള്ള സ്നേഹം ഞാൻ ഓർക്കും, എന്നോടുള്ള സ്നേഹം ഞാൻ ഓർക്കും, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നതിന് പിതാവായ ദൈവം പറഞ്ഞില്ല, നീ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോ ഞാൻ എന്റെ മകന്, കുരിശിൽ കിടന്ന എന്റെ മകന് നിന്നോടുള്ള സ്നേഹം ഞാൻ ഓർക്കും, എന്നോടുള്ള സ്നേഹം ഞാൻ ഓർക്കും, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. അപ്പോ നമ്മള് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ
പിതാവിനെ ഓർമ്മിപ്പിക്കുന്നതിനാ, പിതാവെ ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തവരാ, ഞങ്ങളൊക്കെ പാപികളാണ്, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് അവിടെ കരുണ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രൻ ഒരു വലിയ ബലി അർപ്പിച്ചിട്ടുണ്ട്. ആ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. കരുണ നമ്മളിലേക്ക് പ്രവഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കരുണ പ്രവഹിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളാണ് മാർഗം. പരിശുദ്ധ അമ്മ ഫൗസ്റ്റീനായോട് പറഞ്ഞ ഒരുപാട് ചേർത്ത് പറയാം. അമ്മ പറയാണ്, യേശുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് കിട്ടുന്ന സ്വർഗീയ കൃപയെ കുറിച്ച് പറയാണ്, 1 വർഷം ചാട്ടാനടി കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ രക്തം പൊടിയുന്നതിനേക്കാൾ യോഗ്യത, അഭിഷേകം എന്റെ മകന്റെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് സ്വർഗം നൽകും. എന്റെ മകന്റെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കാം, അവന്റെ സ്നേഹം മനസ്സിലാക്കുന്നവർക്ക് തരും. ഇതൊന്നും ഞാൻ കൈകൊണ്ട് പറയുന്നതല്ല. സ്വകാര്യ വെളിപാടുകളിൽ ഫൗസ്റ്റീനായുടെ ദിവ്യകാരുണ്യ ഡയറി മുഴുവൻ നമുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തൊടുപുഴ സ്ട്രൈക്കാർ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു 1,500 രൂപ വരെയുള്ള ഒരു വലിയ പുസ്തകമാണ്. ഒരുപക്ഷെ ഈ കരുണയുടെ വർഷത്തിൽ എല്ലാവരും സ്വന്തമാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ്. ദൈവത്തിന്റെ കരുണയെ കുറിച്ച് അഗാധമായ നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകളാണ്. ഫൗസ്റ്റീനായി എങ്ങനെയാണ് ഈശോ ആ കരുണ അനുഭവിക്കാൻ ഒരുക്കിയത് എന്നുള്ളതാണ്. ഫൗസ്റ്റീന നിങ്ങൾക്കറിയാം, ഒരു വലിയ വിദ്യാഭ്യാസമുള്ള ഒരു കന്യാസ്ത്രീ ഒന്നും ആയിരുന്നില്ല. തുണ സഹോദരി എന്നാണ് അവർ പറഞ്ഞത്. അതായത് കന്യാസ്ത്രീ ഒരു പൂർണ്ണ കന്യാസ്ത്രീ ആകാനുള്ള യോഗ്യതയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തുണ സഹോദരിയായിരുന്നു. അവരെ തിരഞ്ഞെടുത്തു. അവരോട് എന്തെല്ലാം ഈശോ പറയുന്നത്. ഒരു പ്രാവശ്യം ഫൗസ്റ്റീനായോട് അമ്മ പറഞ്ഞു, ഈശോ പറഞ്ഞു, ഫൗസ്റ്റീന, നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നീ എന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് രോമകുപ്പായ ഇടണം. ചൂടുകാലാണ്, രോമകുപ്പായിട്ട് വലിയ അസ്വസ്ഥ ഉണ്ടാകുന്നതാണ്. അപ്പം ഫൗസ്റ്റീന പറഞ്ഞു, മദറിനോട് ചോദിച്ചിട്ട്, എന്ത് കാര്യവും ഒരു കന്യാസ്ത്രീ മദറിനോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഫൗസ്റ്റീനയ്ക്ക് മദറിനെ കാണാൻ പറ്റിയില്ല. കാരണം ഒരു തുണ സഹോദരിക്ക് മദറിനെ കാണണമെങ്കിൽ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ട്. അന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഈശോ പരിഭവപ്പെട്ടു, നീ എന്നാലും ഇത്ര എന്നോട് സ്നേഹമുള്ളൂ, നീ മദറിനോട് ഇന്നലെ ചോദിച്ചില്ലല്ലോ. ഫൗസ്റ്റീന അത് ആ സങ്കടം കൊണ്ട് പിറ്റേ ദിവസം മദറിന്റെ മുറിയിൽ ഇടിച്ചു കയറി മദറിനോട് ചോദിച്ചു, മദറെ, ഞാൻ രോഗക്കുപ്പായ വന്നിട്ടോട്ടെ. മദർ പറഞ്ഞു, ഇപ്പൊ തന്നെ നിനക്ക് ആരോഗ്യമില്ല, നീ രോഗക്കുപ്പായ തുടങ്ങണ്ട, അതീശോന്നല്ല എന്നോട് പറഞ്ഞു, നീ ഇതിന്റെ പാട്ട് പോകുന്നു. ഇവള് സങ്കടപ്പെട്ട് മുറിയിൽ ഇറങ്ങി വരാം. മുറിയിൽ ഇറങ്ങി വരുമ്പോ ഒരു കള്ളച്ചിനിയായിട്ട് ഈശോ കാത്തു നിൽക്കുന്നു. ഈശോ ചോദിച്ചു, മദർ എന്ത് പറഞ്ഞു? എന്നെ മദർ വഴക്ക് പറഞ്ഞു, രോഗക്കുപ്പായിട്ട് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈശോ പറയാണ്, നീ ഇട്ടതുപോലെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ബലിയാണ്, അനുസരണമാണ് ബലിയേക്കാൾ വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചു, കുറെ അഭിഷേകം കിട്ടി, കുറെ ജ്ഞാനം ദൈവം തന്നു, അത് കഴിഞ്ഞാൽ ഞാൻ ദൈവം തമ്പുരാനായി മാറുക. ആർക്കും വിധേയപ്പെടാൻ നമ്മൾ തയ്യാറില്ല. അങ്ങനെയാണ് സാധാരണ നമ്മളെ നശിപ്പിക്കുന്നത്. എനിക്കെല്ലാം ഡയറക്റ്റ് അങ്ങനെയല്ല. ദൈവത്തിന്റെ വെളിപാടുകൾക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. ആ സംവിധാനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കരുണയുടെ പ്രബോധനമൊക്കെ ഉണ്ടാകുന്ന വിവാദമൊക്കെയാണ്. ഈശോ പറഞ്ഞ ഇതാണ്, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. എനിക്ക് അനുസരണം എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ ബലിയുണ്ട്. കാരണം നമ്മുടെ ഇഷ്ടം മേലധികാരിയുടെ ഇഷ്ടത്തിന് നമ്മൾ വിധേയപ്പെടുത്താം. എന്തുകൊണ്ടാണ്? ഈശോയോടുള്ള സ്നേഹത്തെ പറഞ്ഞു. മേലധികാരിയിൽ നിന്ന് എനിക്കൊരു പോസ്റ്റിംഗ് മേടിക്കാനല്ല, ഈശോയോടുള്ള ഇഷ്ടത്തെ പറഞ്ഞു. അതാണ് കരുണ അനുഭവിക്കാൻ. അങ്ങനെ ഇത്തരത്തിലുള്ള ഒത്തിരി സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ വേറെ സംഭവം ഞാൻ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സംഭവമാണ്. ഒരു ദിവസം ഇതുപോലെ ദിവ്യകരണത്തിന്റെ മുമ്പിൽ രാത്രി ആരാധന കഴിഞ്ഞ് ഫൗസ്റ്റീന ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോവാണ്. പെട്ടെന്ന് എവിടെ നിന്നോ വന്ന കുറെ പട്ടികൾ ഓലിയിട്ടോട്ട് ഇവിടെ കടിച്ചു കയറേണ്ടത്. പെട്ടെന്ന് സാത്താൻ തന്നെ ഇവളോട് പറയുകയാണ്, നിന്നെപ്പോ ഞങ്ങൾ കൊല്ലും, കടിച്ചു കയറി കൊല്ലും. പക്ഷേ ഫൗസ്റ്റീന പറഞ്ഞു, ഞാനൊരു പാപിയാണ്, എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ് നിങ്ങൾ എന്നെ കടിച്ചു കയറിക്കോളൂ. ഈ ദൈവം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ ഈ പട്ടികൾ മുഴുവൻ അപ്രത്യക്ഷ. പൗലോസ്ലീഹ പറഞ്ഞ ഒരു തിരുവചനം കൂട്ടിച്ചേർത്ത് വായിക്കണം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? നമുക്ക് സാധാരണ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു കേട്ടു, ഇവിടെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് ഈ പട്ടികൾ മുഴുവൻ ഒട്ടൊക്കെ ചരിത്രത്തിലെ സംഭവങ്ങളാണ്, ഭാവനാ സൃഷ്ടികളല്ല, കഥകളല്ല, ജീവിതത്തിലെ കന്യാസ്ത്രീ അനുഭവിച്ചതാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ദാവീദാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയാണ്. ദാവീദ് വളരെ വൃത്തിയുടെ പാപങ്ങൾ ചെയ്തതാണ്. 6 പ്രമാണം 5 പ്രമാണം ഒന്നിച്ച് ലംഘിച്ച ആളാണ്. ബത്ശബായായിട്ട് പാപം ചെയ്തതെന്ന് മാത്രമല്ല, ഊറിയായി കൊല്ലുകയും ചെയ്തു.
ദൈവത്തിന് ഹൃദയത്തോട് ചേർന്ന മനുഷ്യൻ. ദാവീദിനെ പോലെ നീ വിശ്വസ്തനാണെന്നാണ് ദൈവം പറയുന്നത്. എന്താ ദാവീദിന്റെ പ്രത്യേകത? അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിച്ചു. തന്റെ കുറ്റം ഏറ്റുപറയാനുള്ള ഒരു സ്നേഹത്തോടെ ദൈവത്തിന് മുമ്പിൽ ചെല്ലും. എനിക്ക് പറ്റിപ്പോയി. 51-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ കാണിക്കണേ. ദൈവത്തിന്റെ കരുണയിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ അവൻ വിശ്വസിച്ചു. പൗസ്റ്റീനായിട്ട് പിന്നീട് ദൈവം പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ മാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും കൂടുതൽ അവകാശം. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തി. ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസം നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്. നമുക്കറിയാം ഈശോ പാപത്തെ കുറിച്ച് എടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:8 നമ്മളത് വായിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുന്നു. എന്താ പാപം? ഈശോ വിശദീകരിക്കുകയാണ്. ഈശോ പറയുന്നത് എന്താണ്? എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇതിന് ചുറ്റോട് ഒത്തുകൂടിയിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ നമ്മുടെ വിശ്വാസം എന്തുമാത്രം ആഴമുണ്ട്, എന്തുമാത്രമാണ് ഇത് സത്യമായും നമ്മുടെ കർത്താവാണ് എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഞാനൊരു വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. 1996 കോട്ടയിൽ നടന്ന ബൈബിൾ കൺവെൻഷനിൽ വെച്ച് കഞ്ചിക്കോട് റാണി എന്ന് പറയുന്ന ഒരു സഹോദരി സ്വീകരിച്ച വിശുദ്ധ കുർബാന അന്നത്തെ തൃശ്ശൂർ മെത്രാപ്പൊലീത്ത ജേക്കബ് തൂങ്ങിപ്പിതാവിന്റെ കയ്യിൽ നിന്നാണ് അൾത്താരയിൽ കയറി റാണി ദിവ്യാലയം സ്വീകരിച്ചത്. ഞാൻ റാണിയൊക്കെ തൊട്ടടുത്തിരുന്നു ആ ശുശ്രൂഷ പങ്കെടുക്കുന്നതാണ്. ഞാൻ റിപ്പോർട്ടറായിട്ട് അവിടെ ചെന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ VIP ശരിക്കുന്ന മുറിയിലേക്ക് കിട്ടിയത്. അത് റാണി പിതാവിൽ നിന്ന് സ്വീകരിച്ചു. റാണിക്ക് എന്തോ സന്ദേശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനൊന്നും അന്വേഷിച്ചിട്ടില്ല. ഞാൻ താഴെ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. പുറത്തു വന്ന് മുറി വന്ന് ഞങ്ങളെല്ലാം നന്ദി പറഞ്ഞു. പെട്ടെന്ന് ഒരു ആരവം കെട്ടിയാൽ നോക്കുമ്പോൾ റാണിയുടെ വായിക്കണം തുറന്നിരിക്കുക, വായി നിറച്ച് രക്തം. ഈ സ്വീകരിച്ച അപ്പ കഷ്ണം നാവിൽ നിന്നിങ്ങനെ, അതെനിക്ക് തോന്നിയതാണ്, എനിക്കറിയില്ല, എനിക്ക് തോന്നി നാവിൽ നിന്നിങ്ങനെ അനങ്ങുന്നത് പോലെ. ഹൃദയത്തിന്റെ മസിലുകളെ കുറിച്ച്, ഹൃദയത്തിന്റെ ആ മാംസത്തെ കുറിച്ച് അല്ലെങ്കിൽ മസിലുകളെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഥകളിയൊക്കെ കണ്ടിട്ടുണ്ട്, പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു മാംസകഷ്ണം. വാസ്തവത്തിന് ഒരു മനുഷ്യ വ്യക്തിയുടെ വായില് രക്തവും പച്ചയിറച്ചിയും കൂടെ ഇരിക്കുന്നുണ്ട്. സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓക്കാനാണ്. പക്ഷെ അന്ന് എനിക്കുണ്ടായത് അതല്ല. നമ്മുടെ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, യെശയ്യാ പ്രവാചകൻ നടത്തിയതാണ്. ഹോശിയായുടെ 6-ാം അധ്യായത്തിൽ, കർത്താവേ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാകുന്നു, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുകയും ചെയ്യുന്നു. എന്റെ കർത്താവെ, ഞാൻ എങ്ങനെ ഇതിന്റെ വാക്യം വന്നെന്ന് ഞാൻ ഓർക്കാണ്. പിന്നീട് ഉള്ളതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. റാണിയെ സ്റ്റേജിൽ കൊണ്ടുപോയി പിതാവ് പ്രാർത്ഥിച്ചു, ഉൾക്കൊള്ളാൻ. റാണിക്ക് വായടയ്ക്കാൻ പറ്റുന്നില്ല. പിതാവ് കൈവച്ച് പ്രാർത്ഥിച്ചു, റാണിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. അങ്ങനെ ദിവ്യകാരം. അപ്പൊ പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒത്തിരി വിവാദങ്ങളുണ്ടായി. റാണി നാക്കെ കടിച്ച് ചോര ഉണ്ടാക്കിയാണ്, അങ്ങനെയൊന്നുമല്ല. ഞാനും ദൈവശാസ്ത്രം സെമിനാരി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ പഠിച്ചവര് അവരുടെ പങ്കുവെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, താനൊരു മണ്ടനല്ലേ, ദിവ്യകാരണത്തിലുള്ള ഈശോയുടെ ശരീരം, ഈശോയുടെ റിസൺ ബോഡി, അതാണ് ദൈവശാസ്ത്രം അനുസരിച്ചുള്ള ഉദ്ധിത ശരീരം. ഉദ്ധിത ശരീരത്തിന് 4 പ്രത്യേകതകൾ നമുക്കറിയാമല്ലോ. എന്താ? അക്ഷയം, ലഘുത്വം, മഹത്വം, ദീപ്തി. അതിന് രക്തമില്ല, അതിനകത്ത് എങ്ങനെയാ ചോര വരുന്നത്? അപ്പൊ ഞാനും ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവശാസ്ത്രം പഠിച്ചത്. ഇങ്ങനെയുള്ള വ്യക്തിപരമായ സംശയം ഉണ്ടാകുമ്പോൾ ദിവ്യകാരണത്തോട് തന്നെയാണ് എനിക്ക് സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് പ്രചോദനമായി പരിശുദ്ധാത്മാവുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. പ്രചോദനം ഇതാണ്. നമുക്കൊക്കെ എന്റെയൊക്കെ വീട്, ഞാൻ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നെങ്കിൽ എന്റെ വീട് പാലായിലാണ്. പാലായിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു പരിചയക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിന്റെ പേരൊന്നും പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, കാരണം അത് അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിക്ക് അല്ലയാണ്. അദ്ദേഹം വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോകും, വർത്താനം പറയും, വളരെ സ്നേഹത്തോടെ പോയി. എന്നിട്ട് ഈശോയോട് ചോദിച്ചത്, ഇദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു? അപ്പൊ നിങ്ങൾ പിള്ളേർ കളിയൊക്കെ നടത്തും, കളിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കേൾക്കും, വലിയ ആദരവോടെ പെരുമാറും. ചാച്ചനാണെങ്കിൽ ഇപ്പൊ കാപ്പി, അദ്ദേഹത്തിന് കാപ്പി എടുക്കുകയാണെങ്കിൽ ചാച്ചൻ തന്നെ അടുക്കള ചെന്ന് ആ അമ്മ കഴുകി വെച്ചിരിക്കുന്ന ഗ്ലാസ് ചാച്ചൻ തോളെ കിടക്കുന്നത് ഓർത്തുകൊണ്ട് തുടങ്ങി. ചിലപ്പോൾ അമ്മ കഴുകിയതിന് കുറെ കൂടെ ചെളിയായിരിക്കും വരുന്നത്, എന്നാലും ചാച്ചന് തൃപ്തി, ചാച്ചനെ തോർത്തുകൊണ്ടൊക്കെ തുടച്ചു കൊടുക്കുക. അത്രയും റെസ്പെക്ട് കാണിക്കും. എന്നിട്ട് ഈശോനോട് ചോദിച്ചതാണ്, ഞാൻ കർത്താവാണ്, ദൈവമാണെന്നൊക്കെ നിങ്ങൾ പറയാൻ നീ സമ്മതിക്കുന്ന ആരാധിക്കുന്നത്. പക്ഷേ നീ ദേവാലയത്തിൽ വരുമ്പോൾ നീ എങ്ങനെയാ പെരുമാറും? നീ ആ ഒരു ബഹുമാനം എന്നോട് കാണിക്കുന്നുണ്ടോ? നിന്റെ ബഹുമാനം കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്നെ ആരാധിക്കാൻ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് മരിയ വിശുദ്ധയല്ല, ഓസ്ട്രിയയിലെ ഒരു മരിയ സിംഹ സ്ത്രീയുടെ ദർശനത്തില് പല വൈദികരും കന്യാസികളും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നതിന്റെ കാരണമായിട്ട് പറഞ്ഞത് ദിവ്യകാരണത്തോട് അവർ കാണിച്ച അനാദരവ്.
അല്ലെങ്കിൽ കാണിക്കേണ്ട ആദരവ് കാണിക്കാതിരുന്നത് കൊണ്ട് മറ്റുള്ളവർക്കുണ്ടായ ഇടർച്ചയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇതാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ദിവ്യമായ അത്ഭുതം കാണാൻ പറ്റുന്നവരില്ലായിരിക്കും. പക്ഷേ ഇതെന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ എനിക്ക് ബോധ്യമുണ്ടോ ഇതെന്റെ കർത്താവാണ് എന്ന്? ഈശോ പറയുകയാണ്, പൂർണ്ണത പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, പൂർണ്ണത പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കരുണയിൽ ആശ്രയിക്കണം. എന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരുടെ വിശുദ്ധീകരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കരുണയിൽ ആശ്രയിക്കും. നിങ്ങൾക്ക് വിശുദ്ധനാണെന്ന് ആഗ്രഹമുണ്ടോ? കർത്താവ് എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ വിശുദ്ധനാകണം നല്ല പ്രാർത്ഥിക്കുന്നത്, എന്നോട് കരുണ കാണിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തും കിട്ടട്ടെ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നോട് കരുണ കാണിക്കണമെന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തില് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക തിന്മ പോലെ പറയുന്നൊരു സംഭവമാണ് വിവാഹ തടസ്സം. 10-15 വയസ്സായ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാത്ത സംഭവങ്ങൾ നിരവധിയുണ്ട്. അത് പണമില്ലാത്തത് കൊണ്ടല്ല, സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ല, ഉദ്യോഗം ഇല്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാം കൊണ്ട് വിവാഹം നടക്കുന്നില്ല. ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. മെത്രാപ്പൊലീത്ത വൈദികരുടെ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരിടവകയെ കുറിച്ച് 35 വയസ്സ് കഴിഞ്ഞ 45 യുവാക്കള് കല്യാണം കഴിക്കാതെ നിൽക്കുന്നു. നമ്മുടെ സമൂഹത്തിന് പ്രാർത്ഥിക്കേണ്ടത് കരുണയ്ക്ക് വേണ്ടിയാണ്. ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ. തലമുറകളുടെ പാപശാപ ബന്ധനങ്ങളാണെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ തമ്പുരാനെ. അതിനാണ് ഈ കരുണയുടെ വർഷം. ഇതുപോലെയുള്ള കെട്ടുകൾ അഴിയണം ഈ കരുണയുടെ വർഷത്തിൽ. കരുണയ്ക്ക് വേണ്ടി നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഇറങ്ങി വരും ദൈവം. കർമ്മല മലയിൽ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരും. എന്റെ ജനത്തെ എനിക്ക് രക്ഷിക്കണം. നമ്മൾ കണ്ണുനീരോടെ നിലവിളിക്കുമ്പോ മോശയുടെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഹോറബ് മലയിൽ വെച്ച് മോശേ എന്റെ ജനം നിലവിളിക്കുന്നു, എനിക്ക് അവരെ രക്ഷിക്കണം, നീ എന്നെ സഹായിക്കുമോ? ഈശോ ചോദ്യം മറ്റൊരു വാക്കുകളിലാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ വാക്കല്ല. എനിക്ക് എന്റെ ജനത്തെ രക്ഷിക്കണം. രക്ഷിക്കണം എന്തുവാണ്? നമ്മുടെ നിലവിളി ദിവസത്തിൽ എത്തണം. അപ്പൊ ഞങ്ങളുടെ കല്യാണമൊക്കെ നടന്നു പറഞ്ഞ് കോംപ്ലസൻസ് ആയിട്ടിരിക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാം കല്യാണം കഴിച്ചവർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞ് കോംപ്ലസൻസ് ആയിട്ടിരിക്കരുത്. കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ കരുണ കാണിക്കണം. വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ, ശാസ്ത്രീയമായി യാതൊരു തടസ്സവും ഇല്ലാതിട്ട് കുഞ്ഞുങ്ങളില്ലാതെ എത്ര കുടുംബങ്ങൾ. നമ്മൾ ഓർക്കണം, കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചൊരു വലിയ പാപം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പത്തനംതിട്ട ജില്ലയുടെ ഒരു ഹൃദയഭാഗമായിരിക്കും മലപ്പുറം. ഇന്ന് ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ കുറഞ്ഞുപോയ ജനസംഖ്യ കുറയുന്ന ഒരു നാടാണ്. എന്തുകൊണ്ട്? നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചു. ഗർഭചിത്രം നടത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചു. ദൈവം തന്നെ അനുഗ്രഹം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കരുണ കാണിക്കണേ എന്ന്. വിളക്കുകളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, വെളിച്ചമേ നയിച്ചാലെന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ഇത്തരത്തിലുള്ള ദുസ്ഥിതി അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ്. ഞാനൊരു സംഭവം ബൈബിളിൽ നിന്നുള്ള സംഭവമല്ല, മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ കെ മാത്യു എഴുതിയ 8ാമത്തെ മോതിരം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മനോരമയിൽ നടന്ന ഒരു സംവാദത്തെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ആ സംവാദത്തില് അദ്ദേഹത്തിന്റെ ചേട്ടൻ ഉണ്ണുണ്ണിച്ചായനും അദ്ദേഹവും കെ എം ചെറിയാൻ അദ്ദേഹം തമ്മിൽ ഉള്ളൊരു തർക്കമാണ്. ഉണ്ണുണ്ണിച്ചായൻ പറഞ്ഞു, ഒരു കാരണവശാലും മലയാള മനോരമ കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പൊ മാത്തുക്കുട്ടി പറഞ്ഞു, കെ എം മാത്യു പറഞ്ഞു, അത് ശരിയല്ല, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രിക്കപ്പെടണം, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെക്കണം. അപ്പൊ ഇവര് തമ്മിൽ ചേട്ടനും എന്നും കൂടെ ബാക്കിയുള്ള പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തർക്കിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ണണിച്ചായ മാത്തുക്കുട്ടിയോട് പറഞ്ഞു, മാത്തുക്കുട്ടി എന്റെ മുറിയിലേക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മാത്തുക്കുട്ടി അപ്പന്റെ സ്ഥാനത്താണ് ഉണ്ണണിച്ചായനെ കരുക്കാറ്. ഉണ്ണണിച്ചായൻ എന്ന് പറഞ്ഞാൽ ദൈവം പോലെയാണ്. ഉണ്ണണിച്ചായന്റെ മുറി ചിലപ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ട് മാത്തുക്കുട്ടി ഇരിക്കാൻ അത്രയും സ്നേഹമാണ്. പക്ഷെ അഭിപ്രായ വ്യത്യാസമാണ്. മാത്തുക്കുട്ടിയോട് ഉണ്ണണിച്ചായൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാത്തുക്കുട്ടി, നമ്മുടെ അപ്പച്ചനുണ്ടാക്കി സ്വത്ത് മുഴുവൻ CP കണ്ടുകെട്ടി നമുക്ക് കഞ്ഞി കുടിക്കാൻ പറയാം, അതെന്റെ വാക്കാണ്, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വേറെ എന്തോ. നമ്മൾ വളരെ കഷ്ടപ്പാടിലെ ഒരു കാലം നീ ഓർക്കുന്നുണ്ടോ? മാത്തുക്കുട്ടി പറഞ്ഞാൽ എങ്ങനെ മറക്കാൻ സാധിക്കും? മാത്തുക്കുട്ടി ഉണ്ണണിച്ചായ അന്ന് നമ്മൾ എങ്ങനെയാ മനെ കഴിഞ്ഞത്? പറഞ്ഞു, നമ്മുടെ ബേബിയുടെ മദ്രാസിലെ ബേബിയുടെ റബ്ബർ കമ്പനി കൊണ്ടാണ്. മദ്രാസിലെ ബേബി എന്ന് പറയുന്നത് മാമോപ്ര ജൂനിയർ, റബ്ബർ കമ്പനി എന്ന് പറയുന്നത് MRF റബ്ബർ കമ്പനി കൊണ്ടാണ്. എന്നിട്ട് ഉണ്ണണിച്ചായ മാത്തുക്കുട്ടിയോട് ചോദിച്ചു, മാത്തുക്കുട്ടി, നമ്മുടെ വീട്ടിലെ എത്രാമത്തെയാ ബേബി? നമ്മുടെ വീട്ടിലെ എത്രാമത്തെയാ? നമ്മുടെ അച്ഛൻ 3 മക്കളായപ്പോ അല്ലെ 2 മക്കളായപ്പോ ഇനി വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ദൈവം നമ്മളെ എങ്ങനെ രക്ഷിക്കുമായിരുന്നടാ? ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പലയില്ലായ്മകൾക്കും കുറവുകൾക്കും കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചതാ. പ്രാർത്ഥിക്ക് നിലവിളിച്ച് കരുണ കാണിക്കണേ എന്ന്, കരുണ കാണിക്കണേ എന്ന്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരുണയിലെത്തുന്ന പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ കാണിക്കണമേ. കുഞ്ഞുങ്ങളെ വേണമെന്ന് വെച്ച ഞങ്ങളോട് കരുണ കാണിക്കണമേ. കുഞ്ഞുങ്ങളെ വേണമെന്ന് വെച്ച ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇതിരക്തം കൊണ്ട് കഴുകണമേ, ഇതിരക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയോ, നിങ്ങൾ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരെല്ലാം മറക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് പറയല്ല. അതാണ് യോനാ പ്രവാചകൻ ദൈവത്തെ കുറിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ്. നിങ്ങൾക്കറിയാം യോനാ പ്രവാചകന്റെ കഥ. യോനാ പ്രവാചകനോട് പറഞ്ഞ് നിനിവേ നഗരം നശിപ്പിക്കാൻ പോവാം, നീ പോയി അവരോട് പറയണം. യോന മുഖത്ത് നോക്കി തമ്പുരാനെ ഞാൻ പോയി പറയും, പക്ഷെ ഒരു കാര്യമുണ്ട്, അവര് ഞാൻ പറയുന്ന കേട്ട് നിലവിളിച്ച് കഴിയുമ്പോൾ നീ ഭാഗമായി ഞാനാണെങ്കിൽ ഞാൻ പോയി അറിയും. യോനാ പ്രവാചകൻ അങ്ങോട്ട് പോകാതെ നേരെ പോയാൽ എങ്ങോട്ടാണെന്ന് കാര്യം അല്ലെ, താർശിസിലേക്ക് കപ്പൽ കയറി. താർശിസിലേക്ക് കപ്പൽ കയറി എന്ത് സംഭവിച്ചു? അവിടെ പോകാൻ പറ്റിയില്ല, കടലിൽ വന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മാർഗമില്ല, നിനിവേലാണ് മീൻ കൊണ്ടെന്ന് ഛർദ്ദിച്ചിട്ടത്. ഉടനെ പ്രവാചകൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, പറഞ്ഞു ഇങ്ങനെ നശിക്കാൻ പോകുന്നു. പ്രവാചകൻ പറഞ്ഞ സംഭവിച്ചു. രാജാവും മൃഗങ്ങളടക്കം എല്ലാം ചാക്ക് കൊടുത്ത് ഉപവാസം. ദൈവം മനസ്സിലായി. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. നമ്മളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശിക്ഷിക്കട്ടെ. ആ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ അനുഭവിക്കണം. ഇതാണ് യുവരാജ് ഒപ്പം ആഗ്രഹിക്കുന്നത്. യൂറോപ്പ് അനുഭവിക്കണം. കുരിശിന്റെ രൂപം പുറത്തു കാണിക്കുന്നത് ശരിയല്ലെന്ന് കരുതുന്ന യൂറോപ്പ്, സ്വർഗ വിവാഹം നിയമമാകണമെന്ന് കരുതുന്ന യൂറോപ്പ് ദൈവത്തിന്റെ കരുണ അനുഭവിക്കണം. ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്താ? റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസിയ പറയുന്നുണ്ട്. ദൈവത്തിന്റെ നമ്മള് പിശാചിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ദൈവത്തിന്റെ കരുണയാണ്, അവിടെ തോന്നിയാസം ജീവിച്ചോളം പിശാച് പറയും. പക്ഷെ ദൈവം എന്താണ് നമ്മളോട് പറയുന്നത്? റോമാക്കാർക്ക് ലേഖനത്തില് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പൗലോസിലൂടെ ദൈവം നമ്മളോട് 2-ാമത്തെ അധ്യായം അതിന് 4-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം നിന്നിലേക്ക് ദൈവം കരുണ വർഷിക്കുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. എന്തുകൊണ്ട് നിനക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കരുണ എന്തുകൊണ്ട് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല? അനുദപിക്കണം. ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്റെ വഴിക്ക് നടന്നു, നിന്റെ വഴിക്കല്ല എന്റെ വഴിക്ക് ഞാൻ നടന്നു. ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് പെട്ടെന്ന് കാരണം മനസ്സിലാവും. ഈസായിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം പതിവ് പോലെ വന്നു. പതിവ് പോലെ വന്നിട്ട് ആദത്തോട് ചോദിച്ചു, ആദം നീ എവിടെയാ? ദൈവാലായിട്ടിട്ട് പോകുന്നത്, മനുഷ്യനായിട്ടിട്ട് പോകുന്നത്. മനുഷ്യൻ ആദം പറഞ്ഞു, ഞങ്ങള് നഗ്നരായതുകൊണ്ട് ഞങ്ങള് മരത്തിന്റെ നിന്റെ മുമ്പ് വരാൻ പേടിച്ചിട്ട് ഒളിച്ചതാ. ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ നഗ്നനാണ് നിന്നോട് ആര് പറഞ്ഞു? എന്നിട്ട് പറയാണ്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നല്ലേ? ഒരപ്പന്റെ ചങ്കുകുട്ടിയുള്ള ചോദ്യമാണ്. നമ്മള് സമീപ പത്രങ്ങളിൽ വായിച്ചില്ലേ, ഒരു വീട്ടില് ഒരപ്പൻ ആരോ കൊണ്ടെന്ന് കൊടുത്ത ഒരു വിദേശമതി വെച്ചിരുന്നു. 5 വയസ്സായ കൊച്ചതെടുത്ത് മുഴുവൻ കുടിച്ച് മരിച്ചു പോയ കഥ നിങ്ങൾ പത്രത്തിൽ വായിച്ചു. ആ അപ്പൻ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞിനോട് എന്റെ മകനെ അല്ലേ, എന്റെ മകനെ നീ അതെടുത്ത് കുടിച്ചല്ലോടാ. ഒരു ചങ്കുകുട്ടിയുള്ള അപ്പൻ ഇതന്നെയാണ് പിതാവ് ചോദിക്കുന്നത്. നമ്മുടെ രോഗങ്ങൾ കാണുമ്പോൾ, വേദന കാണുമ്പോൾ പിതാവ് ചോദിക്കുന്ന ചോദ്യം, മകനെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് നീ ചെയ്തല്ലേ? ചെയ്തതെന്ന് പറഞ്ഞ് ചെയ്താൽ 5 വയസ്സായ ഒരു കുട്ടി കള്ളു പിടിച്ചവൻ ചത്തുപോകും. അത് കള്ളിന്റെ കുഴപ്പമല്ല, അവന്റെ കുഴപ്പമല്ല, അത് അങ്ങനെയാണ്. അതിന്റെ കെമിസ്ട്രി അതാണ്. ഇത് തന്നെയാണ് ദൈവം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം ക്ഷമിക്കും.